എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് മീൻ ബിരിയാണിയാണ്. വളരെ ടേസ്റ്റിയായ ഒരു ബിരിയാണിയാണിത്. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പേ എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഇനിയും മുന്നോട്ട് ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലോ. ഇവിടെ 3 വലിയ സവാള നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ട ടൊമാറ്റോയുടെ പേസ്റ്റാണ്. 2 വലിയ തക്കാളി മിക്സിയിലിട്ട് അരച്ചെടുത്തതാണിത്. വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക. പിന്നെ വേണ്ടത് 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് ചതച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ വേണ്ട ഹോൾ സ്പൈസസ് ആണ് പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം ഇവയൊക്കെ ഒന്ന് വേണം. പിന്നെ വേണ്ടത് മല്ലിയിലയാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാനിവിടെ കുറച്ച് മീൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് രോഹു മീനാണ്. സ്പെഷ്യൽ മസാല ചേർത്ത് ഫ്രൈ ചെയ്തതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. പിന്നെ വേണ്ടത് ബസ്മതി റൈസാണ്. ഇത് ഉപ്പിട്ട് വേവിച്ച ബസ്മതി റൈസാണ്. ഇതിൽ പ്രത്യേകിച്ച് മസാലകളൊന്നും ചേർക്കുന്നില്ല, വെറുതെ വേവിച്ച് വെച്ചേക്കാണ്. ഇനി എങ്ങനെയാണ് ബിരിയാണി തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. പാത്രം ചൂടായപ്പോൾ 2 സ്പൂൺ നെയ്യും 1 സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഹോൾ സ്പൈസസുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് പൊട്ടി വരണം. മസാലകളൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് 4 5 സവാളയൊക്കെ ചേർക്കാം കേട്ടോ. സവാള ചേർക്കുന്നതിനനുസരിച്ച് നമുക്ക് ഗ്രേവി എത്തുന്നതിനനുസരിച്ച് കിട്ടും. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി വേണ്ടത് പച്ചമുളകും പെരിഞ്ജീരകവും കൂടെ ചതച്ച കൂട്ടാണ്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടും. ഇപ്പോൾ ഇഞ്ചിയും പച്ചമുളകും അതുപോലെ തന്നെ പെരിഞ്ജീരകവും ഒക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതിൽ മുളക് പൊടിയുടെ ഒന്നും ആവശ്യമില്ല. ഞാനിവിടെ പച്ചമുളകിലാണ് ചെയ്യുന്നത്. 1/2 സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പൊടികളുടെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പൊടികളൊക്കെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവൊക്കെ ഓരോരുത്തരും ഇഷ്ടമനുസരിച്ചിടുക. നിങ്ങൾക്ക് മുളക് പൊടി വേണമെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. ഞാൻ എന്തായാലും പച്ചമുളകിലാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പും പുളിയും എരിവൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു. ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തക്കാളിയുടെ പേസ്റ്റിൽ കിടങ്ങ് ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. നല്ല കുറുകിയ പരുവായി കിട്ടണം. നമുക്കിതൊന്ന് അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റോളം നമുക്കിത് അടച്ചു വയ്ക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, ടൊമാറ്റോയുടെ പേസ്റ്റൊക്കെ നന്നായിട്ട് വറ്റി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഉള്ളി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ഗ്ലാസ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ എന്തായാലും ഉപ്പ് കുറവായിരിക്കും. നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പം നല്ല കുഴഞ്ഞ പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലയാണ് നമുക്ക് ബിരിയാണിക്ക് ആവശ്യം. ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മീൻ ചേർത്ത് കൊടുക്കാവുന്നതാണ്. മീൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. ദശക്കട്ടിയുള്ള ഏത് മീൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി ഓരോന്നായിട്ട് ഈ മസാലയുടെ മുകളിലായിട്ട് നമുക്ക് നിരത്തി വെച്ച് കൊടുക്കാം. പൊടിഞ്ഞു പോകുന്ന മീൻ എടുക്കാതിരിക്കുക. ദശക്കട്ടിയുള്ള മീൻ തന്നെ എടുക്കുക. ഇങ്ങനെ ഓരോന്നായിട്ട് നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഈ മസാല ഇതുപോലെ അതിന് മുകളിലായിട്ട് കുറച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ മസാല ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഉടയാത്ത രീതിയിൽ വേണം ഒന്ന് വെച്ച് കൊടുക്കാൻ. ഇപ്പോൾ ഇവിടെ മസാലയൊക്കെ ഓരോന്നിന് മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചോറ് ചേർത്ത് കൊടുക്കാം.
ഇനി ഫ്ലെയിം സിമ്മിലാക്കിയ ശേഷം നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബസ്മതി റൈസ് ഇല്ലാന്നുണ്ടെങ്കിൽ റേഷനരിയുടെ ചോറായാലും മതി. ഇപ്പോൾ ചോറൊക്കെ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എല്ലാ വശവും നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് ഞാനിവിടെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പാലിൽ മഞ്ഞൾപ്പൊടി കലക്കി വെച്ചിട്ടുള്ളതാണ്. അതും കൂടി ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്നും നിർബന്ധമുള്ള കാര്യമില്ല, ഇഷ്ടമുള്ളവർക്ക് ചെയ്താൽ മതിയാകും. ഇതിനെ അടച്ചു വയ്ക്കാം. ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി പതുക്കെ ഇതുപോലെ ഓരോ സൈഡിൽ നിന്നും ഇളക്കി കൊടുക്കുക. ഇളക്കുമ്പോൾ ശ്രദ്ധിക്കാം, മീനൊന്നും ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേണം ഇളക്കാൻ. ആ മസാലയും ചോറും ഒക്കെ നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ ഇളക്കിയെടുക്കാം. ഈ ഒരു സമയത്ത് ഗരം മസാലയോ ബിരിയാണി എസൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ചോറും മസാലയും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മീനൊന്നും പൊടിഞ്ഞു പോകാത്ത രീതിയിലാണ് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയായ മീൻ ബിരിയാണിയാണിത്. അതുപോലെ തയ്യാറാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.